വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. 25-ാം സങ്കീർത്തനത്തിൽ ദാവീദ് കർത്താവിനോട് തനിക്ക് നേരായ വഴി കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങേക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. സങ്കീർത്തനം 25-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ. 26-ാം സങ്കീർത്തനത്തിൽ ദാവീദ് തന്റെ നിഷ്കളങ്കതയും ദൈവത്തിലുള്ള വിശ്വാസവും പ്രഖ്യാപിക്കുന്നു. ദൈവത്തിന്റെ ആലയത്തിൽ സ്നേഹവും സത്യവുമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു. യഹോവേ, എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ. എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ. നിന്റെ ദയ എൻ്റെ കണ്ണിന് മുമ്പിൽ ഇരിക്കുന്നു. നിന്റെ സത്യത്തിൽ ഞാൻ നടന്നുമിരിക്കുന്നു. സങ്കീർത്തനം 26-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ. 27-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ദൈവത്തിൽ ആശ്രയിക്കാൻ പ്രചോദനം നൽകുന്ന ഒരു പ്രാർത്ഥനയാണ്. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളുമെന്ന് ദാവീദ് ഉറപ്പിച്ചു പറയുന്നു. 14-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. 28-ാം സങ്കീർത്തനത്തിൽ ദാവീദ് കർത്താവിന്റെ സഹായം തേടുന്നു. കർത്താവ് വാഴ്ത്തപ്പെടട്ടെ, അവിടുന്ന് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു. കർത്താവിന്റെ ശക്തിയും പരിചയവുമാണ്. കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു. അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു. എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. ഞാൻ കീർത്തനം ആലപിച്ച് അവിടത്തോട് നന്ദി പറയുന്നു. സങ്കീർത്തനം 28-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.